ഹായ് ഫ്രണ്ട്സ്, അയല മീൻ കൊണ്ട് പാലക്കാടൻ തറവാട്ടുപുളിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് ആവശ്യമായ ചേരുവകൾ: സവാള, ഈ സൈസിലുള്ള സവാള 2 എണ്ണം, ഇഞ്ചി ചെറിയ കഷ്ണം, ഇതേ സൈസിലുള്ള തക്കാളി 3 എണ്ണം, 3 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇത്രയും വലുപ്പത്തിൽ പുളി എടുക്കണം. നമ്മൾ പുളിയുടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി കുനുകുനാ നുറുക്കിയതാണ്. ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവ. ഇവയ്ക്ക് പുറമെ നമുക്ക് ഒരു ചേരുവ കൂടിയുണ്ട്, നാളികേരം കേട്ടോ. നാളികേരം ഒരു അരമുറി നാളികേരമാണ് ഞാൻ ഇവിടെ ചിരകി വെച്ചിട്ടുള്ളത്. ഇത് ഇത്രയും മതിയാവും. നമുക്ക് ഒന്ന് പാറിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ തിക്കായിട്ടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ 1 കിലോ അയില. ഒട്ടും സമയങ്ങളെയെല്ലാം നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയുള്ളി കുനുകുന അരിഞ്ഞ് വെച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഒന്ന് ഇതായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ 1 സ്പൂണോളം ഉലുവയാണ് ഇടുന്നത്. എന്നിട്ട് രണ്ടും കൂടി നന്നായി മൂത്ത് വരും. അധികം കരിയാൻ വിടരുത്. നന്നായി ചെറിയുള്ളി ഒരു ബ്രൗൺ കളറ്, അതേപോലെ ഉലുവ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കണം. സവാളേൻ്റെ ഒപ്പം ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മളിതിലോട്ട് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാൻ പോവാണ്. പച്ചമുളക് നെറുകെ കീറിയതാണ്. ഇപ്പം നമുക്ക് കറിവേപ്പില ഇടേണ്ടതില്ല. കറിവേപ്പില കറിയുടെ അവസാനമാണ് നമ്മൾ ഇടുന്നത്. ഇനി തക്കാളിയും സവാളയും എല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി നന്നായി വെന്ത് ഉടയണം. ഈ ഒരു പരുവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സവാളയും തക്കാളിയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കുകയാണ്. പുളി ഫുള്ളായി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഈ കറിയുടെ മെയിൻ എന്ന് പറയുന്നത് പുളിയാണ്. ഇനി ഈ പുളിയും തക്കാളിയും ഒക്കെ കൂടിയിട്ടൊന്ന് ആ പുളിവെള്ളം ഇതിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പൊടി ഐറ്റംസാണ്. 2.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടികൾ ഓരോന്നോരോന്നായിട്ടാണ് ഇട്ട് കൊടുക്കുക. ആദ്യം മല്ലിപ്പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അത് നന്നായി ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളിടുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി 2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പൊടികൾ പെട്ടെന്ന് അടുപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതില്ലാതാക്കാനാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ആ പുളിയിൽ തന്നെ വീണ്ടും വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം തിളക്കാൻ വിടുക. തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് കഴുകി വെച്ച
മീനിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാലക്കാടത്തെ കറി എന്ന് പറയുമ്പോൾ അടുത്ത മെയിൻ ഐറ്റം പുളിയാണ്. വാളൻ പുളിയാണ് ഇവിടെ കൂടുതലായി ഉപയോഗിക്കുന്നത്. മീൻ മുളകിടുമ്പോഴൊക്കെയാണ് അപൂർവം ചിലർ മാത്രമേ കുടംപുളി ഉപയോഗിക്കാറുള്ളൂ. കൂടുതലായിട്ട് വാളൻപുളിയാണ് ഉപയോഗിക്കുന്നത്. വാളൻപുളി ഇവിടെ തന്നെ ചെയ്യുന്നതാണ് ഇവർ. നമുക്ക് കറി അടച്ചുമൂടി വേവിക്കാം. മീൻ നന്നായി വെന്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചിരവി വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് നന്നായി അടിച്ചെടുത്തിട്ട്, പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല, വെറുതെ ആ പച്ചത്തേങ്ങ തന്നെ അരച്ചെടുത്തിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തേങ്ങ മുഴുവനായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പാറിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തിക്കായിട്ടൊന്നും ഒഴിക്കില്ല. ജസ്റ്റ് ഇത് ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ. തേങ്ങ ഒഴിക്കാതെ ഈ കറി ഉപയോഗിക്കാം. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങ ഒഴിച്ചതിന് ശേഷം കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും തിളപ്പിച്ചാൽ മതിയാവും. ഇനി നമുക്ക് മൂടി വെക്കാം. നമ്മുടെ പാലക്കാടൻ തറവാട്ടുപുളി റെഡി.